ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ കല്യാണിക്ക് വേണ്ടിയിട്ടുള്ള മഹിളാ സമാജത്തിൻ്റെ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് കാർത്തിക. അത് സംബന്ധമായിട്ടാണ് അവളുടെ അമ്മയെയും അതുപോലെ വക്കീലിനൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിനുള്ള ഹാളൊക്കെ റെഡിയാക്കിയ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, എനിക്ക് ചെറുതായിട്ടൊരു വിഷമമൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ പ്രകാശനും വിക്രത്തിനൊന്നും സഹായിക്കുന്നത് അവൾക്കും അവളുടെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലല്ലോ. എങ്കിലും സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ അവളുടെ ആ വിഷമമൊക്കെ സന്തോഷമായിട്ട് മാറിക്കോളും. എന്തായാലും നമ്മൾ ഈ ഒരു പരിപാടി നടത്തിയില്ലെങ്കിൽ പിന്നീട് നമുക്കതൊരു വിഷമമായിട്ട് തോന്നും. അവളുടെ സന്തോഷത്തിൽ നമ്മൾ അവൾ അറിയാതെങ്കിലും നമ്മളതിൽ പങ്കുചേരണം. പിന്നെ അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും മോള് പേടിക്കണ്ട, ഒക്കെ ഞാൻ നോക്കി ചെയ്തോളാം. അതിന് വേണ്ടുന്ന കുട്ടികളെയും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കഴിഞ്ഞാൽ ഒക്കെ ഞാൻ തന്നെ ചെയ്തോളാം. മോള് മുതിരുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കാർത്തിക പറയുന്നുണ്ട്, അമ്മ അവളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ വേണം, നമ്മുടെ ആൽബത്തിൽ സൂക്ഷിക്കാനാ. എന്തായാലും ഹോൾ ഓക്കെയാ, ബാക്കിയും കൂടെ ഓക്കെ ആയാൽ മതി. എയർപോർട്ടിൽ നിന്ന് കിരൺ അവളെ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നമുക്ക് പോയി അവളെ പിക്ക് ചെയ്യാം. അതേസമയം കിരൺ നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു മീറ്റിംഗ് സക്സസ് ആയിട്ടാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ കൈകൊടുത്ത് പിരിയുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട്, വലിയ പ്രോഫിറ്റ് ഒന്നും എടുക്കാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ പൂർത്തിയാക്കി തരും. അവർക്കും കിരണിൻ്റെ ആ ഒരു ആത്മവിശ്വാസമൊക്കെ കാണുന്ന സമയത്ത് അവരും അംഗീകരിക്കുകയാണ്. വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള വാക്കിൽ ആ രണ്ട് CA-മാരും അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് സന്തോഷത്തോടെ കിരൺ ക്രിസ്റ്റീനോട് പറയുന്നുണ്ട്, നമുക്ക് കിട്ടേണ്ടിയിരുന്ന 3-4 നല്ല നല്ല പ്രൊജക്റ്റുകൾ LK കൺസ്ട്രക്ഷൻസ് സ്വന്തമാക്കി. ആ സമയത്ത് ഇതൊരു വലിയ ആശ്വാസമാവും ക്രിസ്റ്റി. അതിന് ക്രിസ്റ്റിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് കേട്ട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഒരു ഭാഗമല്ലേ സർ. എങ്ങനെയായാലും ഇതിന് കിട്ടുന്ന ഒരു വിഹിതം ക്രിസ്റ്റിക്കും അവകാശപ്പെട്ടതാ. കിരൺ അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഒരിക്കലും വേണ്ട സർ, എനിക്കെൻ്റെ സാലറി തന്നെ ധാരാളമാണ്. അത് കൃത്യമായിട്ട് തന്നെ കിട്ടുമെന്നും എനിക്കറിയാം. പിന്നെ ഇനി പ്രോഫിറ്റ് ഷെയർ ഒന്നും വേണ്ട സർ, ഞങ്ങളങ്ങനെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റി കൊണ്ടുവന്ന കസ്റ്റമേഴ്സ് പോലും അങ്ങനെ അവർ നമ്മളോട് തന്നെ ആവശ്യപ്പെടാറുണ്ട്. അപ്പോഴും അവൾ പറയാണ്, അവരെന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോട്ടെ സർ, പക്ഷേ എനിക്കങ്ങനെയൊന്നും വേണ്ട. അത് കേൾക്കുന്ന സമയത്ത് കിരൺ അവളോടൊരു മതിപ്പ് തോന്നുകയാണ്. അപ്പം ക്രിസ്റ്റീന പറയുന്നുണ്ട്, ഒന്നാമത് സാറ് വലിയൊരു ലാഭമൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഫീൽഡ് പിടിച്ചെടുക്കാൻ പലപ്പോഴും അതൊക്കെ ആവശ്യമായി വരും. അപ്പം കിരൺ പറയുന്നുണ്ട്, പിന്നെ ഇത് കൈക്കൂലിയൊന്നും അല്ലല്ലോ, ക്രിസ്റ്റിക്ക് അവകാശപ്പെട്ടത് തന്നെയാ. കിരൺ ഒന്നും കൂടെ അവളെ നിർബന്ധിക്കുകയാണ്. ആ സമയത്ത് ക്രിസ്റ്റീന പറയുന്നുണ്ട്, അതെനിക്ക് വേണ്ട സർ, ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്. അപ്പം കിരണും പുഞ്ചിരിച്ചുകൊണ്ട് അത് അനുസരിക്കുകയാണ്. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല, പോവാം. കിരണൻ മൊബൈൽ ഫോണും എടുത്തിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് ക്രിസ്റ്റീന ചിന്തിക്കുന്നുണ്ട്, എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ടടാ ഭാര്യാസ്നേഹി, എന്നാലും നിന്റെ മനസ്സ് പിടിച്ചെടുക്കാൻ ഇതൊക്കെ തന്നെ വേണം. ആ സമയത്ത് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കല്യാണി മൊബൈലിൽ വന്നൊരു വോയിസ് നോട്ട് കേൾക്കുകയാണ്. അത് ക്രിസ്റ്റീനയുടെ വോയിസ് ആയിരുന്നു. ഞാൻ ക്രിസ്റ്റീനയാണ്, പുതിയ സ്റ്റാഫ്. കിരൺ സാറ് വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങിലാണ്. ക്രിസ്റ്റീനയുടെ ആ വോയിസ് കേൾക്കുന്ന സമയത്ത് കല്യാണിക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമം തോന്നുകയാണ്. കാരണം എത്ര തിരക്കുണ്ടെങ്കിലും കിരൺ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാത്തതല്ല. ആ സമയത്ത് അങ്ങനെ കട്ടാക്കിയത് കൂടി ആയപ്പോൾ കല്യാണിക്ക് അതൊരു വല്ലാത്ത ഫീൽ ചെയ്യാണ്. പുറത്തേക്ക് ഇറങ്ങിയതും കിരൺ പെട്ടെന്ന് ഓർത്തിട്ട് പറയാണ്, ഓ ഞാൻ എൻ്റെ ഭാര്യ ഇതുവരെ വിളിച്ചില്ല. അതിനുശേഷം അവൻ ഫോൺ എടുത്ത് നോക്കും, ഫോൺ ഓഫിലാണ് കിടക്കുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നോ? അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ക്രിസ്റ്റീന പറയുന്നുണ്ട്, ഇടയ്ക്ക് വിളിച്ചായിരുന്നു, പിന്നെ പ്രധാനപ്പെട്ട മീറ്റിങ്ങിലായതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ ചെറുതായിട്ടൊരു ദേഷ്യം വന്നെങ്കിലും കിരൺ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എത്ര പ്രധാനപ്പെട്ട മീറ്റിങ്ങിലാണെങ്കിലും എൻ്റെ വൈഫിൻ്റെ കോള് വരുമ്പോൾ അത് എന്നോട് പറയാതിരിക്കരുത്. കിരൺ ഫോൺ ഓൺ ചെയ്തിട്ട് കല്യാണിയെ വിളിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആ സമയത്ത് ക്രിസ്റ്റീന ചിന്തിക്കുന്നുണ്ട്, ഓ എന്തൊരു സ്നേഹം, ഇതുകൊണ്ടാണ് മുരുകൻ എന്നോട് പറഞ്ഞത് ഇവരെ തമ്മിൽ പിരിക്കാൻ പറ്റില്ലെന്ന്. ഈ സ്നേഹത്തിന് ഞാൻ അറുതി വരുത്തും, അല്ലെങ്കിൽ പിന്നെ ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. അവൾ കൗശലത്തോടെ ചിരിക്കുകയാണ്. അതേസമയം ക്രിസ്റ്റീനയുടെ ആ വോയിസ് നോട്ട് കേട്ടതിന് ശേഷം കല്യാണി ആകെ ഒരു വിഷമത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് കിരണിൻ്റെ കോൾ വരുന്നത്. അവൾ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാണ്. ആ കിരണേട്ടാ, മോളെ നീ വിളിച്ചത് ഞാൻ അറിഞ്ഞിരുന്നില്ല. കിരൺ വളരെ വാത്സല്യത്തോടെയും പ്രണയത്തോടെയും പറയാണ്. സാരമില്ല കിരണേട്ടാ, കല്യാണി സങ്കടത്തോടെ പറയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, സാരമുണ്ട്, ക്രിസ്റ്റീന പുതിയ ആളല്ലേ, അവൾക്കറിയില്ല നമ്മുടെ കാര്യങ്ങളൊന്നും. ഇനി നീ എപ്പോൾ വിളിച്ചാലും എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ഒരുപക്ഷെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. കല്യാണി അവനെ ആശ്വസിപ്പിക്കുകയാണ്. അതെനിക്ക് മനസ്സിലാവും. എങ്ങനെയുണ്ട് പുതിയ സ്റ്റാഫ്? ആ കൊള്ളാം, കിരൺ പറയാണ്. അപ്പം കല്യാണി പറയുന്നുണ്ട്, അവളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അപ്പോൾ കിരൺ പറയാണ്, എങ്കിലും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞുള്ള ഡ്യൂട്ടിയൊക്കെ മതി എന്ന് കരുതി അവളെ വഴക്ക് പറയുകയൊന്നും ചെയ്യരുത്. അവളുടെ കെയർ ഓഫിലാണല്ലോ ഇപ്പോൾ പുതിയൊരു ബിസിനസ് വന്നത്. ആ അതൊക്കെ ശരി തന്നെയാ, പക്ഷേ നീ സംസാരിക്കാനായിട്ട് വിളിക്കുമ്പോൾ നിന്നെ നിരാശപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. അത് കേട്ടതും അത്രയും നേരം കല്യാണിക്ക് ഉണ്ടായിരുന്ന എല്ലാ മനപ്രയാസങ്ങളും മാറി അവൾ പുഞ്ചിരിക്കുകയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് നീ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്.
ആ സമയത്ത് നീ വിളിക്കുമ്പോൾ നമുക്ക് പരസ്പരം നമ്മുടെ ശബ്ദം കേൾക്കാൻ കഴിയണം. അവൻ്റെ ആ ഒരു സംസാരം കേട്ടപ്പോൾ കല്യാണിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുകയാണ്. അതിനുശേഷം അവൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്തായാലും പോയ കാര്യം ശരിയായല്ലോ, ഡീൽ ഉറപ്പിച്ചല്ലോ അല്ലേ? ആ ഏതാണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത്. കല്യാണി പറയുന്നത് കേട്ടപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് എന്താന്ന്. എന്നെ നാട്ടിൽ നിന്ന് മഹിളാ സമാജത്തിൽ നിന്ന് വിളിച്ചിരുന്നു. ലക്ഷ്മി എന്നൊരു ആൻറ്റിയാണ് വിളിച്ചത്. അവർ മറ്റന്നാ എനിക്കൊരു സ്വീകരണം തരുന്നുണ്ട്. അവർ എയർപോർട്ടിൽ വന്ന് എന്നെ പിക്ക് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം കേട്ടപ്പോൾ കിരണിന് സന്തോഷമായെങ്കിലും പിന്നെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് അവൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഞാൻ തന്നെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് സ്വീകരണത്തിന് പോവാം. അപ്പം കല്യാണി പറയാണ്, കിരണേട്ടൻ ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. നീ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പരസ്പരം കാണണം. ഞാൻ വന്നോളാം. ശരി കിരണേട്ടാ, ഓക്കെ. അവർ കോൾ കട്ട് ചെയ്യാണ്. ആ കോൾ സംഭാഷണം കേട്ട് തൊട്ട് പിന്നിൽ നിന്നിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റീനൊക്കെ അതൊട്ടും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്തൊരു കഷ്ടപ്പാടായിരിക്കും ഇവരെ പരസ്പരം പിരിക്കാൻ എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയേറെ ആത്മബന്ധത്തോടെ ഹൃദയബന്ധത്തോടെയാണ് അവർ ജീവിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൾ നേരെ പോയത് രാഹുലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം രാഹുൽ പറയുന്നുണ്ട്, മറ്റന്നാൾ അവൾ ഡൽഹിയിൽ നിന്ന് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്, ആ കല്യാണി. അതിനു മുമ്പ് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അപ്പം അവൾ പറയുന്നുണ്ട്, ഞാൻ 3 മാസത്തെ സമയം ചോദിച്ചിട്ട് 3 ദിവസം കൊണ്ടെല്ലാം ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് സർ. അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. രാഹുൽ പറയാണ്, കല്യാണി വരുന്നതിന് മുമ്പ് ഞാൻ കിരണുമായിട്ട് മാക്സിമം അടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിന് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അയാൾക്കിപ്പോൾ എന്നെ ഭയങ്കര വിശ്വാസമാണ്. അതുപോലെ അയാൾക്കൊരു ഡസൻ ഓർഡറാണ് ഞാൻ പിടിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം കിരണിൻ്റെ വിശ്വാസം നേടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പ്ലാൻ തുടങ്ങാൻ. സാറിനറിയാലോ എന്നേക്കാൾ കൂടുതൽ. അവരുടെ ഹൃദയങ്ങൾ ഒന്നാ. അങ്ങനെ ഒന്നിച്ച ഹൃദയങ്ങളെ വേണം വേർപെടുത്തിയെടുക്കാൻ. അതത്ര നിസ്സാരമായ കാര്യമല്ല. അപ്പം രാഹുലും പറയുന്നുണ്ട്, ഒരു കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ, കിരണിനെ സമ്പത്ത് കൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അവന് സ്നേഹത്തിന് മുന്നിൽ മാത്രമേ തോറ്റു തരുള്ളൂ. അതുകൊണ്ട് അവനെ സ്നേഹിച്ച് വശത്താക്കുക. അത് മാത്രമേ ഒരു മാർഗമുള്ളൂ. ഇന്ന് ഞാൻ അയാൾക്ക് പിടിച്ചു കൊടുത്ത ബിസിനസ്സിന് ലക്ഷങ്ങൾ കമ്മീഷൻ തരണം. അതയാൾ പറയുകയും ചെയ്തു. പക്ഷേ ഞാനത് നിരസിച്ചു. അതൊക്കെ കിരണിൽ വലിയ മതിപ്പുളവാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കല്യാണിയേക്കാൾ കുറെ കൂടി ഗ്ലാമർ ഇല്ലേ സർ ഞാൻ? പിന്നെ ഞാൻ കുറെ കൂടി മോഡേൺ അല്ലേ? അപ്പം രാഹുൽ ചിരിച്ചുകൊണ്ട് പറയാണ്, അവിടെയും നിനക്ക് തെറ്റി ക്രിസ്റ്റീന. അവന് നാടൻ പെൺകുട്ടികളോടാണ് താല്പര്യം. കല്യാണി തനി നാടൻ പെൺകുട്ടിയായിരുന്നു. വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവൾ, സംസാരിക്കാത്തവൾ. എന്നിട്ടും അവൻ അവളിൽ മേന്മ കണ്ടെത്തിയത് അവളൊരു ഗ്രാമീണ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ അവനെ സ്വാധീനിക്കാൻ പറ്റിയ മറ്റൊരു ഘടകമാണ് പാചകം. നല്ല ഫുഡുണ്ടാക്കി കൊടുത്താൽ അവൻ അതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും മറക്കത്തില്ല. ശരി സാർ, അങ്ങനെ സാറിൻ്റെ അനന്തരവനെ സ്വാധീനിക്കാനുള്ള കാര്യങ്ങളൊക്കെ സാർ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തന്നാൽ മതി. ഞാൻ അതുപോലെ മുന്നോട്ട് പോയിക്കോളാം. എന്തായാലും സാറിന് തന്ന വാക്കാ. കല്യാണിയെയും കിരണിനെയും തമ്മിൽ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ തെറ്റിച്ചിരിക്കും. അത് കഴിഞ്ഞ് സാറിൻ്റെ മകളെ കിരണിൻ്റെ ജീവിതത്തിൽ എത്തിക്കുന്നതൊക്കെ സാറിൻ്റെ മിടുക്കുപോലിരിക്കും. അതേസമയം കാർത്തികയുടെ കൂടെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശൻ. അപ്പം കാർത്തിക പറയുന്നുണ്ട്, അമ്മ അടുത്ത മാസം ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് കേട്ടതും പ്രകാശൻ്റെ മുഖത്തൊരു നാണം നിറഞ്ഞ പുഞ്ചിരി വിരിയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇപ്പം എന്നെ കാണാനൊന്നുമല്ല അമ്മയ്ക്ക് താല്പര്യം, വേറൊരാളെ കാണാനാ. അതാരെയാ? അച്ഛനെ, അല്ലാതെ ആരെയാ? അത് കേട്ടതും പ്രകാശൻ ചമ്മിക്കൊണ്ട് കാർ അവിടെ സൈഡ് ഒതുക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛന് ചമ്മലുണ്ടോ? അതിന് മറുപടി ഒന്നും പറയാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നാലെ കാർത്തികയെ ഇറങ്ങുന്നുണ്ട്. അപ്പം പ്രകാശൻ കായൽ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് കാർത്തികയോട് ഒരു പരിങ്ങലോടെ പറയാണ്, പെട്ടെന്ന് കായലൊക്കെ കണ്ടപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. അല്ല മോളെ, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. മോളുടെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രജിസ്റ്റർ മാരേജിനെ കുറിച്ച് ആലോചിക്കാം അല്ലേ? എനിക്കും അമ്മയ്ക്കും അത് സന്തോഷം തന്നെയാ. പക്ഷേ വിക്രത്തോട് അതേപറ്റി ചോദിക്കണ്ടേ അച്ഛാ? ചോദിക്കണം, അതെ ചോദിക്കണം. പക്ഷേ അവന് എതിർപ്പുണ്ടാവാനുള്ള സാധ്യതയൊന്നും ഇല്ല. പ്രകാശൻ ഒരു പരിങ്ങലോടെയാണ് പറയുന്നത്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, പിന്നെ അവൻ്റെ വിവാഹ ബന്ധങ്ങളെല്ലാം പൊളിഞ്ഞു പോയല്ലോ. അപ്പോൾ അവനും ഒരു പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം എളുപ്പമായനെ അല്ലേ? അതെ, അവനിങ്ങനെ ഒരു കുടുംബമൊന്നുമില്ലാതെ നിൽക്കുമ്പോൾ അച്ഛനായ ഞാനിങ്ങനെ ഒരു കല്യാണമൊക്കെ കഴിക്കുന്നത്, അതാ ഞാനും ആലോചിക്കുന്നത്. പ്രകാശനൊരു ചമ്മലോടെയാണ് പറയുന്നത്. അത് ശരിയാണോ എന്നുള്ളൊരു സംശയം. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അതാ വിക്രത്തോട് ചോദിക്കാൻ പറഞ്ഞത്. എനിക്കിനി എൻ്റെ അമ്മയെ നിരാശയാക്കാൻ പറ്റില്ല. അപ്പം പ്രകാശൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മോനെ എതിർക്കാനൊന്നും പോകുന്നില്ല. ഇത് അവൻ്റെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്.
അച്ഛനെന്താ ആലോചിക്കുന്നേ? ഏയ്, ഞാനിങ്ങനെ മോള് പറഞ്ഞ കാര്യത്തെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു. പ്രകാശൻ പെട്ടെന്ന് പറയാണ്. അപ്പൊ കാർത്തിക പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥയാ. എന്റെ അമ്മയ്ക്ക് നല്ലൊരാളെ തന്നെ ജീവിത പങ്കാളിയെ കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ മനസ്സറിഞ്ഞിട്ടെന്ന പോലെയാ അച്ഛനെ പോലെ നല്ലൊരാളെ ദൈവം എന്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചത്. ഇനി അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല. എന്താ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് കേൾക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ മോനങ്ങനെ എന്നെ എതിർക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഇനി അഥവാ എതിർത്താൽ തന്നെ ഞാൻ അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോൾ ഒരു കാര്യം ഉറപ്പിച്ചോ, മോളുടെയും മോളുടെ അമ്മയുടെയും ഇഷ്ടത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായിരിക്കും ഞാനും എൻ്റെ മോനും. അമ്മയ്ക്ക് ഒരുപാട് മോഹം കൊടുത്തത് കൊണ്ടാ എനിക്ക് ഇത്രയും വിഷമം. കാർത്തിക പറയുന്നുണ്ട്. മോളെ വിഷമിക്കേണ്ട ആവശ്യമില്ല. മോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഉറപ്പായി ഞങ്ങൾ നടത്തിയിരിക്കും. പ്രകാശം വാക്ക് കൊടുക്കുകയാണ്. ഓണത്തിന് അച്ഛൻ കൊടുത്ത സാരി ഉണ്ടല്ലോ, ഇപ്പം എല്ലാ വിശേഷ ദിവസങ്ങളിലും അത് ഉടുത്തുകൊണ്ടാ അമ്മ പുറത്തിറങ്ങുന്നേ. കാർത്തിക പ്രകാശൻ ഒന്നുകൂടെ മോപ്പിക്കുകയാണ്. അതൊരു അമൂല്യ നിധി പോലെയാ അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ. അതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശൻ നാണത്തോടെ ചിരിക്കുന്നുണ്ട്. അതല്ല മോളെ, ആ സാരിയിൽ തന്നെ എനിക്ക് മോളുടെ അമ്മയെ കാണണമെന്നാണ് ആഗ്രഹം. നാണത്തോടെ പ്രകാശൻ പറയാണ്. ആ, അങ്ങനെയേ കാണൂ. അമ്മയുടെ ഇപ്പോഴത്തെ എല്ലാ ദിവസവും തുടങ്ങുന്നത് ഷെൽഫ് തുറന്ന് ആ സാരി എടുത്ത് നോക്കിക്കൊണ്ടാ. എന്ന് വെച്ചാ അമ്മയുടെ നിത്യേനയുള്ള കണി അതാ. അതൊക്കെ കേട്ടപ്പോൾ പ്രകാശന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ആ സമയത്ത് കാർത്തിക ചിന്തിക്കുന്നുണ്ട്, ആ സാരി കൊണ്ടുപോയി കൊടുത്തപ്പോൾ ലക്ഷ്മി വലിച്ചെറിഞ്ഞ ആ ഒരു ഭാഗം. അതിനുശേഷം പ്രകാശൻ പറയാണ്, ഇപ്പോൾ പറഞ്ഞ് മോളുടെ അമ്മയെ കാണാൻ മോളെക്കാളും കൂടുതൽ ആഗ്രഹം എനിക്കാ. പക്ഷേ മോളുടെ അമ്മയുടെ ഒരു ഫോട്ടോ പോലും എനിക്കിതുവരെ അയച്ചു തന്നില്ല. അപ്പം കാർത്തികൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ രണ്ടുപേരും കാണുന്നത് വരെ ഞാൻ മറച്ചു പിടിക്കും. അതൊരു വല്ലാത്ത വാശിയാണല്ലോ മോളെ? പ്രകാശൻ ചോദിക്കുന്നുണ്ട്. ഇതെനിക്കൊരു വാശി തന്നെയാ. അതുവരെ അമ്മയുടെ മുഖം അച്ഛൻ മനസ്സിൽ സങ്കല്പിക്കേ. എൻ്റെ അമ്മ സുന്ദരിയാ എന്നേക്കാളും. അത് മാത്രം അച്ഛനിപ്പോൾ അറിഞ്ഞാൽ മതി. അപ്പോൾ പ്രകാശനും പറയുന്നുണ്ട്, അത് മതി എനിക്ക്. ഞാൻ എപ്പോഴും മോളുടെ അമ്മയുടെ മുഖം സങ്കല്പിക്കുമ്പോൾ മോളുമായിട്ട് സാമ്യമുള്ളൊരു മുഖമായിട്ടാണ് സങ്കല്പിക്കാറ്. അതുകൊണ്ട് ചോദിച്ചതാ. അപ്പം കാർത്തിക പറയുന്നുണ്ട്, എന്നെപ്പോലെയല്ല എൻ്റെ അമ്മ എന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്കെൻ്റെ അച്ഛൻ്റെ ചെറിയ ചായയാ. എന്തു ചെയ്യാനാ? മോളുടെ അമ്മയെപ്പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഭർത്താവിൻ്റെ തണൽ കിട്ടിയില്ലല്ലോ. അത് കേട്ട് കാർത്തിക പുച്ഛത്തോടെ അയാളെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ അതെ, 10-20 വർഷം എൻ്റെ അമ്മ അച്ഛൻ്റെ തണലില്ലാതെയാണ് ജീവിച്ചത്. അതുകൊണ്ടാ ഇനിയുള്ള കാലം ആ കുറവ് പരിഹരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വിക്രത്തിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എൻ്റെ അവസ്ഥ. എൻ്റെയും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ച് എൻ്റെ അമ്മയ്ക്ക് സുഖവും സന്തോഷവും കിട്ടണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നേ. അതുപോലെ വിക്രവും ആഗ്രഹിച്ച ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അച്ഛാ. അപ്പം പ്രകാശം പറയുന്നുണ്ട്, ഒരു കാര്യം മോൾ ഉറപ്പിച്ചോ, മോളെയും മോളുടെ അമ്മയെയും ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അതിനുശേഷം രണ്ടുപേരും കാറിൽ കയറുകയാണ്. ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, എന്നും കഷ്ടകാലമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നല്ല കാലം വരും മോളെ. പിന്നെ ശുക്രദശ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മോൾ എൻ്റെ ജീവിതത്തിൽ വന്നത് ശരിക്കും ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. ഇനിയിപ്പോൾ എനിക്ക് 2 മക്കളാണ് ഉള്ളത്. ഒന്ന് എൻ്റെ മോനും പിന്നെ എൻ്റെ മോളും, കാർത്തിക മോള്. പിന്നെ ഉണ്ട് പുറമ്പോക്കായ എൻ്റെ ഭാര്യയും 2 പെൺമക്കളും. അവർ മരിച്ചെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതെ, മരിച്ചു. അയാൾ പുച്ഛത്തോടെ പറയാണ്. അപ്പോൾ കാർത്തിക ചിന്തിക്കുന്നുണ്ട്, ഒരിക്കൽ ഞാനും എൻ്റെ അമ്മയും ഇതുപോലെ മരിച്ചെന്ന് വിശ്വസിച്ചിട്ടാണോ താൻ ജീവിച്ചത്? അവർ രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. പ്രകാശൻ നേരെ പോയി വിക്രത്തോട് കാര്യം അവതരിപ്പിച്ചപ്പം വിക്രം പറയുന്നുണ്ട്, അച്ഛൻ ഇനി രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് കേട്ടതും പ്രകാശൻ ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അതിനെൻ്റെ സപ്പോർട്ട് തേടിയാ വന്നതെങ്കിൽ ഞാൻ ഒരിക്കലും അതിനനുകൂലമല്ല. വിക്രം പറഞ്ഞത് കേട്ടിട്ട് ശരിക്കും പ്രകാശൻ ആകെ ഞെട്ടിപ്പോയി, ഷോക്കായി പോയി ഇരിക്കുകയാണ്. ആ സമയത്ത് അയാളിങ്ങനെ സഹതാപത്തോടെ വിളിക്കുന്നുണ്ട്, മോനെ. അപ്പം വിക്രം പറയാണ്, ഇങ്ങനെ ഒരു മറുപടിയല്ല എന്നിൽ നിന്നും പ്രതീക്ഷിച്ചത് അല്ലേ? പ്രകാശൻ ഒന്നും മറുപടി ഇല്ലാതെ സ്റ്റെക്കായി ഇരിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛാ, ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറയും മുന്നേ ഞാൻ അച്ഛനോട് ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴാ പ്രകാശിൻ്റെ മുഖത്തൊരു സന്തോഷം നിറഞ്ഞത്. അപ്പം വിക്രം പറയുന്നുണ്ട്, നമ്മളെ നിഷ്കരണം തള്ളിക്കളഞ്ഞ അവർക്ക് പകരം എനിക്കൊരു 2ാം അമ്മയെ തന്നൂടേ എന്ന്. പ്രകാശന് സമാധാനമായി. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അച്ഛാ, അവരോട് പോയി പണി നോക്കാൻ പറ. അവരൊരു സ്വാർത്ഥയായ അമ്മയാ. സ്വന്തം സുഖം മാത്രം തേടി നടക്കുന്ന ഒരമ്മ. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഒരു തവണ പോലെ എങ്കിലും അവരെന്നെ കാണാൻ വന്നോ? എന്നെ തൂക്കിക്കൊല്ലണമെന്നും അവർ പലരോടും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു. ഒരിക്കൽ ഞാൻ രതീഷിനെ കണ്ടിരുന്നു, എൻ്റെ അളിയനെ. ഞാൻ ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ കയറണമെന്ന എൻ്റെ സ്വന്തം അമ്മയുടെ ആഗ്രഹമെന്ന് അന്ന് അവൻ പറഞ്ഞു. അങ്ങനെയുള്ള അമ്മയെ ഏതെങ്കിലും മക്കൾ സ്നേഹിക്കുമോ? അതുകൊണ്ട് അച്ഛനെടുത്തത് ശരിയായ ഒരു തീരുമാനമാണ്. വിക്രത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ പ്രകാശൻ അത്രയും സന്തോഷമാവാണ്. കാരണം അത്രയും കട്ട സപ്പോർട്ടായിട്ടാണ് വിക്രം കൂടെ നിൽക്കുന്നതെന്ന് പ്രകാശന് മനസ്സിലായി. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.